ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വല്ല രാജ്യത്തും പോയി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ സനാതനം പ്രവർത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഖത്തറിൽ സനാതന ദൗത്യം പ്രവർത്തിച്ച കുറച്ച് ആളുകളെ പൊക്കിക്കൊണ്ടുപോയെന്നുള്ളൊരു വാർത്ത മാത്രം പുറത്തു വരികയും ആരെയാണ് പൊക്കിയതെന്നും ബാക്കി വിവരങ്ങളൊന്നും ലഭ്യമല്ലാതിരിക്കുകയും ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തിനെ അധിക്ഷേപിക്കുന്ന വീഡിയോ ഉണ്ടാക്കി അതിൽ നിക്ഷേപിക്കുകയും ചെയ്ത സനാതനികളുടെ വാർത്ത അങ്ങോട്ട് കേട്ട് തീർന്നതേ ഉള്ളൂ. അത് ഒന്ന് കേൾക്കാം. രാവിലെ വന്നതാണ്. ഖത്തറിലെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ വീഡിയോ പങ്കുവച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ പ്രിവെന്റീവ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് ഇവരെ വലയിലാക്കിയത്. അധിക്ഷേപ വീഡിയോ വൈറലായതിനു പിന്നാലെയായിരുന്നു അധികൃതരുടെ ഇടപെടൽ. ഇത്തരത്തിലുള്ള നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തയൊക്കെ കണ്ട് യവന്മാർ വല്ല രാജ്യത്തും പോയി ആ രാജ്യത്തിലെ ആളുകളോടുള്ള എന്തെങ്കിലും പകയ്ക്കോ വൈരാഗ്യത്തിനോ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനപ്പെട്ടിരിക്കുകയായിരുന്നു. ഇവിടെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പോഴാണ് മറ്റൊരു വാർത്ത ഇവിടെ വായിക്കാനിടയായത്. അലിഗഡിൽ ക്ഷേത്രങ്ങളുടെ ചുവരിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്നെഴുതി. അത് മുഹമ്മദിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. അവിടെ ഐ ലവ് മുഹമ്മദ് എന്നെഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ ഇതെഴുതുമ്പോൾ സ്വാഭാവികമായി അലിഗഡിൽ കുറച്ചൊരു മുസ്ലിം സമൂഹം ഉള്ള സ്ഥലമാണ്. അവിടെ വലിയ കലാപം ഉണ്ടാവും. ആ കലാപം കത്തിപ്പടരും. കുറേ മനുഷ്യർ തമ്മിലടിച്ച് ചാകും. ആ ചാകുന്നത് പ്രയോജനപ്പെടുത്തിയാൽ ചിലപ്പോൾ ബീഹാറിൽ രക്ഷപ്പെടും. അങ്ങനെ എന്തെങ്കിലും ഒരു അവസരമുണ്ടാക്കി ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്ന് തമ്മിലടിപ്പിച്ച് കൊന്നു തള്ളി അതിലൂടെ നേട്ടം കൊയ്യാനും അതെവിടെങ്കിലുമൊക്കെ വിറ്റെടുക്കാനും നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ വിവിധ വിഭാഗങ്ങളെ, അതായത് ഹിന്ദു വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും അതുപോലെ ആരെയെങ്കിലുമൊക്കെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര കുടിക്കാമെന്ന് കാത്തിരിക്കുന്ന ഒറ്റ ഭീകരരെ ഇന്ത്യയിലുള്ളൂ. അത് വേറെ ആരുമല്ല, ഈ ഹിന്ദുത്വ തീവ്രവാദികളാണ്, ഈ ഭീകരവാദികളാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന ഭീകരവാദികൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതെന്താ? ഇന്ത്യക്കാരെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. അതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമില്ല. എന്നാൽ യവന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവിടെ താമസിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ കലാപം ഉണ്ടാക്കി കൊല്ലണം. ഇതിൻ്റെ വാർത്ത എന്തെങ്കിലും നമ്മുടെ ജനം ഓൺലൈനിലോ വാർത്തയിലോ കാണുമോ എന്ന് വിചാരിച്ച് ഞാൻ തപ്പിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കടുത്ത വാർത്ത എന്താണെന്നറിയുമോ? ഉസ്താദ് പറഞ്ഞ ആഭിചാരത്തിന് കൂട്ടുനിന്നില്ല, ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച് ഭർത്താവ്. കഴിഞ്ഞ ദിവസമാണ് ഒരു സനാതനിയുടെ കുടംപുളി ഒരു പാസ്റ്റർ പൊട്ടിച്ചത്. അതിൽ പോലും ഇത്രയും ശോഭ ഉണ്ടായില്ല. ഇതിലെന്താ നടന്നത്? ഇതിൽ ചെയ്യേണ്ടത് എന്താ? 2 പേർക്ക് കൂമ്പിനിടി കൊടുത്താൽ മതി. ഒന്ന് ഇത് നടത്താൻ വന്ന മൊയ്ലിയാർക്ക്, അവനെ കുരിച്ചു നിർത്തി കൂമ്പിന് 5-6 ഇടി കൊടുക്കണം. പിന്നെ ഈ ഭാര്യയുടെ മുഖത്തേക്ക് ഈ പറയുന്ന എന്താ പറയുന്നത്, ഈ കറി എടുത്തൊഴിച്ചവർ, അവനും കൊടുക്കണം 2 ഇടി. ഇനി ഇത് ഉണ്ടാക്കിയ വാർത്തയാണോ അതോ ഇങ്ങനൊരു പശ്ചാത്തലം ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് അന്വേഷിക്കുകയും വേണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കം ഉണ്ടായാൽ ഉടൻ തന്നെ പീഡനം, അമ്മായിയപ്പം പീഡിപ്പിച്ചു, അമ്മായിയമ്മ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്ന കാലമാണ്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ ചെന്ന് നോക്കിയാൽ എല്ലാ കേസിനകത്തും ഒന്നെങ്കിൽ വിവാഹമോചനം നേടുന്നതിന് വേണ്ടി കൊടുക്കുന്ന പരാതിയിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൊടുക്കുന്ന പരാതി ഇതുപോലെ. ഏതായാലും ഇത് ഞാൻ നേരിട്ട് അന്വേഷിക്കാൻ ഒരാളിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിൽ ഇവർക്ക് 2 പേർക്കും ഇടി കൊടുത്താൽ മതിയല്ലോ. പക്ഷേ അലിഗഡിൽ ചെയ്തത് എന്താ? അലിഗഡിൽ ചെയ്തത് ഒരു ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചുവരിൽ ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ ഹിന്ദുത്വർ അറസ്റ്റിൽ ജിഷാന്ത് സിംഗ്, ആകാശ് സരസ്വത്, ദിലീപ് ശർമ്മ, അഭിഷേക് സരസ്വത് എന്നിവരാണ് അറസ്റ്റിലായത്. നഗരത്തിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. മറ്റൊരു സമുദായത്തിലെ അംഗങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് നീരജ് കുമാർ ജൗദൌൻ പറഞ്ഞു. നീരജ് കുമാറിൻ്റെ ജോലി മിക്കവാറും പോക്കാ. അവനെ സ്ഥലം മാറ്റുകയും ചെയ്യും. പ്രതികളും മുസ്ലിം ബിസിനസ്സുകാരുമായി ഭൂമി തർക്കമുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം. CCTV ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതികളെ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ് ചുവരെഴുത്തെന്ന്
സമാജ്വാദി പാർട്ടി നേതാവ് സിയാവുർ റഹ്മാൻ ബർക്ക് പറഞ്ഞിരുന്നു. നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ ചുവരെഴുത്തിന് പിന്നിൽ ഒരു മുസ്ലിമും ഇല്ലെന്ന് വ്യക്തമാവുമെന്നും പറഞ്ഞിരുന്നു. ക്ഷേത്രങ്ങളുടെ ചുവരിൽ ഐ ലവ് മുഹമ്മദ് എഴുത്തുകൾ കണ്ടതിനെ തുടർന്ന് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരുന്നു. കർണി സേന എന്ന ഹിന്ദുത്വ സംഘടനയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ നിർദ്ദേശപ്രകാരം മൗലവി മുസ്തഖീം, ഗുൽ മുഹമ്മദ്, സുലൈമാൻ, അല്ലാബക്ഷ്, ഹസൻ, ഹമീദ് യൂസുഫ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സത്യം പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതികളെ വിട്ടെന്നും അവർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്നും ASP അറിയിച്ചു. എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് മനസ്സിലായെന്നും ഒക്കെയാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ, പണ്ട് നമ്മൾ പറയത്തില്ലേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ 5-6 മൊയ്ലിയാക്കന്മാരെയും ഗുൽ മുഹമ്മദിനെയും മറ്റവരെയും മറിച്ചവരെയും എല്ലാം അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് CCTV കിട്ടിയത്. യഥാർത്ഥത്തിൽ ഇവിടെ രക്ഷപ്പെടുത്തുന്നത് നിയമമോ ഉദ്യോഗസ്ഥൻ്റെ നീതി കണ്ടുപിടിക്കാനുള്ള താല്പര്യമോ ഒന്നുമല്ല, CCTV ആണ് രക്ഷപ്പെടുത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ മനസമാധാനം ആഗ്രഹിക്കുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകളും നിർബന്ധമായും കാശില്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ബിസിനസ്സുകാരോടെങ്കിലും പറഞ്ഞ് നിങ്ങൾ CCTV എല്ലാ അമ്പലത്തിന് ചുറ്റിനും പള്ളിക്ക് ചുറ്റിനും സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. യവന്മാരെവിടുണ്ടോ അവിടെ എല്ലാ യവന്മാരുടെ ശ്രമം ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുക, കൊല്ലുക, തമ്മിലടിപ്പിക്കുക, ചോര കുടിക്കുക എന്ന് പറയുന്ന നയമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അതിനൊന്നെങ്കിൽ ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതും, ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തും, കാശ് കൊടുക്കേണ്ടവന് കാശ് കൊടുക്കും, വിരട്ടേണ്ടവനെ വിരട്ടും. എന്തോ ആയാലും ഈ വിദ്വേഷം പരമാവധി സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ കാരണം മനസ്സിലായോ? അവിടുത്തെ ഒരു മുസ്ലിം ബിസിനസ്സുകാരനുമായി വസ്തു കച്ചവടത്തിൽ എന്തോ തർക്കമുണ്ടായിരുന്നു. ഈ അധികം ആരോപണങ്ങളിൽ നല്ലൊരു ശതമാനവും ഇപ്പം നമ്മൾ കണ്ടില്ലേ, പണ്ട് ഹലാൽ ജിഹാദ് എന്ന് പറഞ്ഞ് ഈ എറണാകുളത്തൊരു പക്കാ സാമൂഹ്യവിരുദ്ധയായ ഒരു ടീം ഭർത്താവും കൂടി അവിടെ ഉണ്ടാക്കിയെടുത്തത് മൊത്തം കച്ചവടത്തിലെ വൈരാഗ്യമായിരുന്നു. ഇതുപോലെ ഓരോ സ്ഥലത്തും ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാനോ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാനോ ഈ പെയ്ഡായിട്ടുള്ള ഒരൊറ്റ ന്യൂസുകളും ചാനലുകളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കുറഞ്ഞപക്ഷം കേരള സമൂഹം ഇങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യണം. ഇതൊന്നും രണ്ടും അല്ല, ഇതിൻ്റെ ഒരു പരമ്പരയുണ്ട്. പല ക്ഷേത്രങ്ങളിലും പന്നിയിറച്ചി എറിഞ്ഞതിന് പിടിച്ചവരുണ്ട്, പല ക്ഷേത്രങ്ങളിലും പല കാര്യത്തിനും ചെയ്തതിന് പിടിച്ചവരുണ്ട്. അതിൻ്റെ വേറൊരു വേർഷനാണ് ഈ കണ്ടത്. അതിലെന്താ സംഭവിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 4-5 മുസ്ലിങ്ങളായ ആളുകളെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ CCTV വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഏതൊരാളും എഴുതി ഹൃദയത്തിൽ വെച്ചുകൊള്ളൂ, യവന്മാരുണ്ടാക്കിയെടുക്കുന്ന ഇന്ത്യ, യവന്മാരുണ്ടാക്കിയെടുക്കുന്ന സമൂഹം, അത് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും തമ്മിൽ തല്ലിച്ചാകുന്നതിനും വേണ്ടിയുള്ള ഒരു ഇന്ത്യയാണ്. അത് തിരിച്ചറിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം. കാരണം ചാകുന്നതും തമ്മിലടിക്കുന്നതും നമ്മളൊക്കെ തമ്മിലായിരിക്കും, അത്രമാത്രം.